മണി 9:45. രത്നഗിരിയിൽ നിന്ന് ഒരു 26 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഗണപതിപുലെ എന്ന് പറഞ്ഞൊരു സ്ഥലം വരും. ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതും ഒരു കോസ്റ്റൽ ഏരിയയാണ്, കൊങ്കൺ സൈഡിലെ. നമ്മുടെ നാട്ടിലെ അതേ കാഴ്ചകളൊക്കെ തന്നെ. സമയം 10 മണിയായി. ഇപ്പം കൊങ്കൺ തീരത്താണ്, മഹാരാഷ്ട്രയിൽ. കൊങ്കൺ കോസ്റ്റൽ ലൈൻ ഒരു അടിപൊളി റൂട്ടാണ്. ഇതിങ്ങനെ ഘാട്ട് സെക്ഷനാണ്, മലകളാണ്. മല കയറി ഇങ്ങനെ നമ്മൾ പോവുകയാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കടൽ തീരമാണ്. ഈ പോകുന്ന വഴി ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. യാത്ര ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും പോയിരിക്കേണ്ട ഒരു റൂട്ടാണിത്. മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഹൈവേ ആണ്. റോഡ് കണ്ടീഷൻസ് ആർ റിയലി ഗുഡ്. ഇപ്പം ഗണപതിപുലെ എന്ന ഒരു സ്ഥലം പോയിക്കൊണ്ടിരിക്കുക. സമയം 10:10. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കാണിക്കുന്നത് ആരവാരെ ബീച്ച് എന്നാണ്. ഇത് ബേസിക്കലി ഒരു നല്ല പൊക്കത്തിൽ നിൽക്കുക നമ്മൾ. കൈൻഡ് ഓഫ് ക്ലിഫ് പോയിന്റ് ആണ്. കൊങ്കൺ റൂട്ട് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. കൊങ്കണിൽ കാടും മലയും തൊട്ടടുത്ത് കടൽ തീരങ്ങളും അറേബ്യൻ സീയും. ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഈ റൂട്ടിൽ വരുന്നത്. ആൻഡ് ഐ ഹൈലി റെക്കമെൻഡ് ദിസ് റൂട്ട്. റോഡ് ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞിങ്ങനെ കിടക്കുവാണ്. വലതുവശത്ത് മലയോരമാണ്, ലെഫ്റ്റ് സൈഡിൽ കടൽ തീരവും. വർക്കല ക്ലിഫി എന്നൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. കോസ്റ്റൽ മഹാരാഷ്ട്ര, കൊങ്കൺ സൈഡ്. ഇപ്പം മൺസൂൺ ടൈമാണ്, അതുകൊണ്ട് കടൽ നല്ല ഇളകി കിടക്കുക. ഇതൊരു ഭയങ്കര കാഴ്ച. ഇപ്പൊ ഞാൻ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാഴ്ച കണ്ടിട്ടില്ല. ഇത്ര കാര്യം, ഞാൻ കൊല്ലംകാരനാണെങ്കിലും കടൽ ഇത്രയും സൂപ്പറായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതൊരു ഭയങ്കര കാഴ്ച, രക്ഷയില്ല. ഓൺ അവർ വേ ടു ഗണപതിപുലെ, മഹാരാഷ്ട്രയിലാണ്, കൊങ്കൺ റീജിയൻ. അങ്ങനെ ഗണപതിപുലെ എന്ന സ്ഥലം എത്തിയിരിക്കുകയാണ്. ഇവിടെ ഗണപതിയുടെ ഒരു ഭയങ്കര പ്രാചീനമായ ഒരു അമ്പലമൊക്കെ ഉണ്ട്. തൊട്ടടുത്തൊരു ബീച്ചുണ്ട്. ബീച്ചിലേക്ക് പോകുന്ന വഴിയാ ഗണപതിപുലെ ബീച്ച്. ഇവിടെ പശുക്കളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണെന്ന് തോന്നുന്നു. ഇപ്പൊ ഇത്രയും പശുക്കൾ, ഇതെല്ലാം കുള്ളം പശുക്കളാണ്. ഇവരെല്ലാം ചെറുതാ സൈസിൽ. അവിടെയാണ് ഗണപതിയുടെ അമ്പലം ഉള്ളത്. റിലീജിയസ് പോയിന്റ് ഓഫ് വ്യൂവിന് ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ് ഹിന്ദുസിന്. അതുകൊണ്ടാണ് ഈ സ്ഥലം ഫേമസ്. സമയം 11:30. അങ്ങനെ ഗണപതിപുലെന്നൊക്കെ സ്റ്റാർട്ട് ചെയ്തു തിരിച്ചു. ഇപ്പം അഹമ്മദാബാദ് പോകുന്ന വഴിയാണ്. അഹമ്മദാബാദ് എന്തായാലും എത്താൻ പോകുന്നില്ല. ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും വൈകുന്നേരത്തോടുകൂടി സ്റ്റോപ്പ് ചെയ്യണം. പോകുന്നിടത്തോളം പോട്ടെന്നുള്ള രീതിയിൽ ഓടിക്കുകയാണ്. പ്രത്യേകിച്ച് ലക്ഷ്യമില്ല.
ഈ ഘാട്ട് സെക്ഷനൊക്കെ ഇപ്പം രത്നഗിരി കൊങ്കൺ വെസ്റ്റ് കോസ്റ്റ് ഏരിയ വിട്ടിട്ട് ഇപ്പം കോലാപ്പൂർ മുംബൈ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴി ഇപ്പോഴും അതേ കണക്ക് ഘാട്ട് സെക്ഷൻ തന്നെയാണ്. ഒരു പ്രത്യേക പ്രതിഭാസമാണ്. കുന്നും പ്രദേശമാണ് രണ്ട് സൈഡിലും. അത് കിലോമീറ്റർ കണക്കിന് ഇതേ കണക്ക് തന്നെയുള്ള ലാൻഡ്സ്കേപ്പാണ്. കയറ്റം ഇറക്കം തന്നെ. സ്റ്റീപ്പായിട്ടുള്ള കയറ്റങ്ങളൊന്നുമില്ല, കുത്തനെയുള്ള കയറ്റങ്ങളില്ല, എന്നാൽ സ്റ്റീപ്പാണ് താനും. ആ രീതിയിലുള്ളതാണ്. നല്ല മഴയുണ്ട്. ലാൻഡ്സ്കേപ്സ് ആർ ബ്യൂട്ടിഫുൾ. ഒരുപാട് ഈ മാംഗോ കൃഷിയുണ്ട് ഇവിടെ. എവിടെ തിരിഞ്ഞാലും മാവ് കാണാൻ പറ്റുന്നുണ്ട്. മാങ്ങയും കശുമാവും ഒക്കെ ഇഷ്ടം പോലുണ്ട് ഈ സ്ഥലത്ത്. ഓവറോൾ റിയലി ഫൺ. എന്നാ വഴികളാണ്, നല്ല രസമുണ്ട്. ഈ മൺസൂൺ ആയ കാരണം കുറച്ചുകൂടെ നല്ല മനോഹരമായിട്ടുണ്ട്, ഭംഗിയുണ്ട് സ്ഥലങ്ങളൊക്കെ. ഇത്രയും മനോഹരമായ സ്ഥലങ്ങളിലൂടെ ഞാൻ വേറെ പിന്നെ പോയിട്ടില്ല. ഈ മഹാരാഷ്ട്രയുടെ ഈ ഒരു കൊങ്കൺ, ഈ ഒരു ഹില്ലി ഒരു ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര മനോഹരമാണ്. സ്റ്റേറ്റ് ഹൈവേസ് പിടിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. എക്സ്പ്രസ് ഹൈവേസ്, നാഷണൽ ഹൈവേസും പിടിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ പറ്റില്ല. ഭയങ്കര രസമുണ്ട്, ഭയങ്കര വൈബാണ്. റോഡ് കണ്ടീഷൻസും കുഴപ്പമൊന്നുമില്ല. കൂടുതലും വളവും തിരിവും കയറ്റവും ഇറക്കവുമാണ്, കാടാണ്. പക്ഷെ ഈ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് പറയുന്നത് സിംപ്ലി പ്രൈസ്ലെസ്. സമയം 12:30. അങ്ങനെ ഇതുവരെ 3388 കിലോമീറ്റർ ഓടി. സ്റ്റേറ്റ് ഹൈവേസ് ഒക്കെ വിട്ടു. അങ്ങനെ വീണ്ടും നാഷണൽ ഹൈവേ 66 കയറിയിരിക്കുകയാണ്. ഒരു കൂറ്റൻ ലോഡുമായിട്ട് ഒരു ട്രെയിലർ പോകുന്നുണ്ട്. ഇപ്പം മുംബൈ പോകുന്ന വഴിയാണ്. അങ്ങനെ രത്നഗിരി, ഗണപതിപുലെ ഇതെല്ലാം കഴിഞ്ഞു. സ്റ്റേറ്റ് ഹൈവേസിലെല്ലാം കടന്ന് വീണ്ടും നാഷണൽ ഹൈവേ 66 കയറിയിരിക്കുകയാണ്. വൈകുന്നേരം 6 മണിയോട് കൂടി ഇത് മുംബൈ എത്തും. മിക്കവാറും മുംബൈയിൽ അങ്ങ് സ്റ്റേ അടിക്കാനുള്ള പരിപാടിയായിരിക്കും. മണി 1:45. ഇപ്പൊ അങ്ങനെ മുംബൈക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. നാഷണൽ ഹൈവേ 66 തന്നെ. ഇപ്പൊ ഖേഡ് എന്നൊരു സ്ഥലമായി. ഖേഡ് ഭയങ്കര രസമുണ്ട്, ബ്യൂട്ടിഫുൾ പ്ലേസ്. ചുറ്റും ഹിൽസ് ആണ്. സമയം 2:10. അങ്ങനെ നാഷണൽ ഹൈവേ 66 കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ടണൽ അപ്രോച്ച് ചെയ്യുകയാണ്. ചുറ്റിനും കാടാണ്. അങ്ങനെ ടണൽ കയറുകയാണ്. എങ്ങനെ പോയാലും 17, 18, 19 ഈ റേഞ്ചിൽ മൈലേജ് ഉണ്ട് വണ്ടിക്ക്. NH66 പണി നടക്കുന്നേ ഉള്ളൂ. റോഡ് വൈഡനിങ്. ഇപ്പം ഞങ്ങൾ വഴി തെറ്റി ഇനിയിപ്പോൾ തിരിച്ച് റോഡിൻ്റെ താഴെ കൂടെ പോയി കയറണം. റോഡ് ഈസ് അണ്ടർ കൺസ്ട്രക്ഷൻ. അങ്ങനെ വീണ്ടും ഫിഷ് താലി. നൗ ഇൻ മഹാരാഷ്ട്ര. സമയം 3:55. ഇപ്പോൾ നാഷണൽ ഹൈവേ 66 തന്നെയാണ്. മുംബൈ അടുത്തോണ്ടിരിക്കുക. മുംബൈക്ക് ഇനി ഒരു 150 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന്. സ്റ്റിൽ റെയിനിങ്, ഫോഗി, ക്ലൗഡി. റോഡ് കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് റോഡ് കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും ഗോവയിൽ നിന്ന് ഇവിടം വരെ സുഖമായിട്ട് ഓടിച്ചു വരാം, ഒരു കുഴപ്പമില്ല.
നാഷണൽ ഹൈവേ 66 നിന്ന് നാഷണൽ ഹൈവേ 548 എയിലേക്ക് കയറിയിരിക്കുകയാണ്. മുംബൈ പൂനെ ഹൈവേ ആണ്. ഇതിൽ ലൈറ്റൊക്കെ അടൽ സേതു മുംബൈ സീലിംഗ്. നല്ല മഴയുണ്ട്. ഇപ്പൊ കടലിന് നടുക്കൂടാ പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം 7:15. ഇത് ഒന്നൊന്നര സംഭവമാണ്. ടോൾ 250 വരെയാണ് ഇതിൻ്റെ അകത്ത് ഒരു തവണ എൻ്റർ ചെയ്യുന്നതിന്. ഇത് അത്യാവശ്യം നല്ല ദൂരത്തിൽ നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുകയാണ്. 100 കിലോമീറ്റർ വരെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഐ ഗസ് 20 കിലോമീറ്റർ കണ്ടുണ്ട്. ഇത് നല്ല മഴ പെയ്യുന്നുണ്ട്. സോ ഫൈനലി ഇതൊരാഗ്രഹമായിരുന്നു ഈ ഒരു സീലിങ്ങിലൂടെ ഓടിച്ചു പോകണമെന്ന്. അതോ അങ്ങനെ സാധിച്ചു. സീലിംഗ് എക്സിറ്റ് ചെയ്യുകയാണ്. അടൽ സേതു സീലിംഗ് എക്സിറ്റ് ചെയ്യുകയാണ്. നമ്മൾ 8 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മുംബൈ പോർട്ട്. 13 കിലോമീറ്ററിൽ കൊളാബ. വാടാല 6 കിലോമീറ്റർ. അങ്ങനെ മുംബൈ നഗരത്തിലേക്ക് എൻട്രി ചെയ്യാണ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇപ്പൊ മുംബൈ നഗരത്തിലാണ്. മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അടുത്തൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇന്നലെ രാത്രി രത്നഗിരിയിൽ നിന്ന് ഓടി മുംബൈ എത്തി. മുംബൈയിൽ സ്റ്റേ അടിച്ചു. ഇപ്പൊ മുംബൈ തിരിക്കുകയാണ്. അടുത്ത സിറ്റി അഹമ്മദാബാദ്, അഹമ്മദാബാദിലേക്ക് ഇനി ഒരു 10 മണിക്കൂർ യാത്രയുണ്ട് ഇവിടുന്ന്. വൈകുന്നേരം 7:30 കൂടി എത്താനാണ് ചാൻസ്. ഇപ്പം മഴ തോർന്നു നിൽക്കുകയാണ്. നല്ല ട്രാഫിക്കാണ്. മുംബൈ നഗരത്തിലെ ട്രാഫിക്